ആ സ്വപ്ന ഫൈനലിന്റെ അവസാനത്തെ വിസിൽ മുഴങ്ങുമ്പോൾ 120 മിനിറ്റ് നീണ്ട പോരാട്ടത്തിൽ സ്പെയിൻ ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. ആ യമാൽ ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. മെസ്സി കണ്ണീരോടുകൂടി ഈ കളിക്കളത്തോട് ഇവിടെ പറയുന്ന കാഴ്ച അത് വലിയ പ്രതികരണങ്ങൾ തന്നെയാണ് അതിൽ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നൃത്ത ചുവടുകളോടെയാണ് സ്പെയിൻ്റെ ആരാധകർ അല്ലെങ്കിൽ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും ഈ മത്സരത്തിൻ്റെ ഫലത്തെ കാണുന്നത് എന്നുള്ളതാണ്. ശക്തമായ മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. പക്ഷേ ആ മത്സരത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും സ്പെയിൻ്റെ തന്നെ ഒരു വലിയ ആധിപത്യം കാണുന്നുണ്ടായിരുന്നു. പല സമയങ്ങളിൽ ഗോൾമുഖത്തേക്ക് ഇരച്ചാർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ ആവേശം ഈ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഏതാണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ സ്പെയിനിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ആരവങ്ങളൊക്കെ തന്നെയും നമ്മൾ കാണുന്ന സാഹചര്യമായിരുന്നു. ആ നിലക്ക് വലിയ സ്പെയിൻ്റെ ആരാധകരായിരുന്നോ ആദ്യം മുതൽ തന്നെ? മെസ്സിയൊക്കെ അടിച്ച് വാരി അടിച്ച് മെസ്സിയൊക്കെ ഒന്നും പറ്റൂല. കമ്മറ്റിക്കാരൊക്കെ തോറ്റ്. ഈ മത്സരത്തിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് നമ്മൾ തിരിച്ചടിക്കും. നമ്മൾ ഒറ്റക്കേ ഉള്ളതെന്ന് പറഞ്ഞവരിവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റക്കേ ഉള്ളെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? പ്യുവർ ഡോമിനൻസ്, പൊസിഷൻ, ഷോട്ട് ഓൺ ടാർഗറ്റ്, ഷോട്ട്സ് എല്ലാത്തിലും നമുക്ക് തന്നെ മുൻഗണന. നമ്മൾ കളിച്ചു, നമ്മൾ ജയിച്ചു, അത്രേ ഉള്ളൂ. ഗോള് മാത്രം വരാൻ കുറച്ച് ലേറ്റായി, അതിന് മാത്രം വിഷമമുള്ളൂ. നമ്മൾ കളിച്ചു, നമ്മൾ ജയിച്ചു, നിങ്ങൾ ജയിക്കും. ആ കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇവിടെ കുറച്ച് അർജന്റീന ഫാൻസിനോടാണ് പറയാനുള്ളത്. അവരെ ഞാൻ പോർച്ചുഗൽ ഫാനാണ്. അവർ തോറ്റപ്പോഴും ബ്രസീൽ തോറ്റപ്പോഴും അവരെ വിചാരം ഈ കളിയിലൂടെ അവർ കപ്പെടുത്തതാണ്. ഒന്നും നടന്നിട്ടില്ല. സ്പെയിന് ബോൾ കാണിച്ചിട്ടേ ഇല്ല. അവർക്ക് ഒരു പറ്റിയ എതിരാളിയാണ് അവർ കിട്ടിയത്. അർജന്റീന എന്തായാലും പുറത്തായിട്ടുണ്ട്. സുഖമായിട്ട് വീട്ടിൽ പോയിരിക്കും. സ്പെയിൻ അർഹിച്ചൊരു വിജയം തന്നെയല്ലായിരുന്നു. സ്പെയിൻ അർഹിച്ച വിജയം തന്നെയാണ്. ഞങ്ങളെപ്പോഴും അർജന്റീന ഫാൻസ് എല്ലാ ടീമുകളുടെയും നല്ല കളികൾ ബഹുമാനിക്കുന്നവരാണ്. ഇന്ന് സ്പെയിൻ വളരെ മനോഹരമായി കളിച്ചു, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. ലാ റോജയുടെ സൗന്ദര്യം ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ അർജന്റീന കുറച്ച് ഡിഫൻസ് കളിച്ചതാണോ അറ്റാക്ക് ചെയ്ത് കളിച്ചതാണോ ഇത് പറ്റിയതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. 10 പേരെ വെച്ച് കളിക്കേണ്ടി വന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേറെ ഏതെങ്കിലും ഒരു ടീമായിരുന്നെങ്കിൽ ഒരു 5 or 6 ഗോളുകൾ കയറേണ്ട സമയം അതിക്രമിച്ചിരുന്നപ്പോഴാണ് അർജന്റീനയുടെ കളി. അത് വിലയിരുത്തണം. അത് എമിലിയാനോ മാർട്ടിസിൻ്റെ അപാരമായ സേവുകൾ. 10 പേരെ വെച്ച് 45 മിനിറ്റ് 40 മിനിറ്റോളം ഞങ്ങൾ കളിച്ചു. 40 മിനിറ്റോളം പിടിച്ചു നിന്നു. എന്നിട്ടാണ് ഒരു ഗോൾ വഴങ്ങിയത്. അതിൽ പല രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. റഫറിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഞങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. മറ്റ് ടീമുകൾ തോറ്റ ഉടനെ തന്നെ റഫറി മോശം, ഫിഫ മോശം എന്ന് പറയുന്ന പോലെ അർജന്റീന ഫാൻസ് പറയില്ല. ഞങ്ങൾ അർജന്റീനയെ സ്നേഹിക്കുന്നത് കിരീടത്തിന് വേണ്ടിയല്ല, കപ്പിന് വേണ്ടി മാത്രമല്ല. ഞങ്ങൾ അർജന്റീന ഫുട്ബോളിൻ്റെ ആരാധകരാണ്. ഞങ്ങൾ മെസ്സിയുടെ ആരാധകരാണ്, മാരഡോണയുടെ ആരാധകരാണ്. മാച്ച് അടിപൊളിയായിരുന്നു. സ്പെയിൻ ജയിക്കുന്ന ഫ്രാൻസുമായിട്ടുള്ള കളി കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാമായിരുന്നു. ഇന്നലത്തെ ഫെയർ കളിയായിരുന്നു. കംപ്ലീറ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ഡോമിനേഷൻ ഉണ്ടായിരുന്നു. 20 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 12 അറ്റംപ്റ്റ്സ് ആൻഡ് ഫൈനലി 1 ഗോൾ. എമി മാർട്ടിനസ് നല്ല ഗോൾ കീപ്പറാണ്, വി അഗ്രി. ബട്ട് ദെൻ ദ റെസ്റ്റ് ഓഫ് ദ ഗെയിം they dominated completely. അർജന്റീന അല്ലാത്ത ആളുകൾ എല്ലാവരും തന്നെ ഇന്ന് സ്പെയിനിനൊപ്പം തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ മത്സരത്തിന്റെ അവസാന സമയം വരെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫെറാൻ ടോറസ് മോനെ അത് ഓഫ്സൈഡ് ആയില്ലെങ്കിൽ അതുകൂടെ സെക്കൻഡ് ഗോൾ ആയാണ്. സെക്കൻഡ് ഗോൾ വരാത്തതിന്റെ സങ്കടമുണ്ടല്ലേ? കുഴപ്പമില്ല, പക്ഷെ ഫെറാൻ ടോറസിന് ഇതുവരെ ഉണ്ടായിരുന്ന ആ സാധനം പോയി കിട്ടി. അപ്പോൾ ഗംഭീര മത്സരം. ആ മത്സരത്തിന്റെ മുഴുവൻ ആവശ്യം ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അർജന്റീന ഫാൻസ് അല്ലാതെ ഉണ്ടായിരുന്നത്. അവർ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഈ മത്സരത്തിൻ്റെ ഏറ്റവും ഈ റിസൾട്ട് വരുമ്പോഴുള്ള അതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സ്പെയിൻ നേടിയത് ആ ലോകകപ്പിൻ്റെ എത്രമാത്രം മനോഹാരിത ആ മത്സരത്തിന് വേണം, അത് അനുസരിച്ചുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ക്യാമറമാൻ ജോസിനൊപ്പം ബേബി ജോൺ, സമ്പ്രദായ ന്യൂസ്, തിരുവനന്തപുരം.